Hi guys, our next topic is code optimization. Okay, നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ വരെയാണ് ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് 5th മൊഡ്യൂൾ വരെ പഠിച്ചത്. അതായത് ഒരു സോഴ്സ് കോഡിലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം നമ്മളൊരു 3 അഡ്രസ് കോഡ്, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് യൂസിങ് ദി കമ്പൈലർ ടെമ്പററി വേരിയബിൾ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ 3AC എന്ന് പറയുന്ന അല്ലെങ്കിൽ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി ദി ഇൻ്റർമീഡിയറ്റ് കോഡ് ഓഫ് ദി സോഴ്സ് കോഡ് ഓർ ആസ് ഇറ്റ് ഈസ്. അതിന് നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റിപ്പീറ്റേഷൻസ് ഓഫ് ദി ടെമ്പററി വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഒരു പുറത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരുപാട് റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സ്പേസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇത് ഒപ്റ്റിമൈസസ് ദി കോഡ്, നത്തിങ് ബട്ട് ദി കോഡ് എന്താണ് നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 3AC കോഡിനെ ഒപ്റ്റിമൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ശേഷം അതൊരു ഫാസ്റ്റർ ആയിരിക്കും, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ കമ്പൈലറിന്. ആൻഡ് ഓൾസോ ഇറ്റ് ടേക്സ് ഓൺലി ലെസ് സ്പേസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഫാസ്റ്റർ ആൻഡ് takes less space എന്ന് പറയുന്നത്. For optimizing the code, we have optimizing compilers. After applying optimizing transformations, അതായത് എന്താണോ 3AC കോഡിലുള്ള ഇൻ്റർമീഡിയറ്റ് കോഡിലുള്ള ആ ഒരു കോഡിനെ നമ്മൾ എങ്ങനെയാണോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്താലാണോ നമ്മളൊരു ഒപ്റ്റിമൈസ്ഡ് കോഡ് കിട്ടുന്നത്, അത് ചെയ്യുന്ന ആളാണ് ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ്. ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ thing, does not change the meaning of the program. That is the highlight there. നമ്മൾ എത്ര ഒപ്റ്റിമൈസേഷൻ ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ മീനിങ് ഓഫ് ദി പ്രോഗ്രാം ഓർ ദി സോഴ്സ്, അല്ലെങ്കിൽ ഒരു കോഡ്, ആ ഒരു കോഡിൻ്റെ മീനിങ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് മെയിൻ പാർട്ട്. കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദി കമ്പൈലർ. സോ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ മീനിങ് ഓഫ് ദി പ്രോഗ്രാം. ദെൻ വാട്ട് ആർ ദി നീഡ് ഫോർ ഒപ്റ്റിമൈസേഷൻ? എക്സിക്യൂഷൻ സ്പീഡ് ആൻഡ് മെമ്മറി സ്പേസ് ലെസ് ആയിരിക്കും. എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് സ്പേസ് മതി അതിനെ അക്കമ്പനൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹാൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി മോർ എഫേർട്ട് ആൻഡ് ടൈം എടുക്കുന്നതാണ്. സോ ദർ ഇസ് എ വെരി കോഡ് ഒപ്റ്റിമൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദർ. ദെൻ മെഷീൻ ലെവൽ ഡീറ്റെയിൽസ് ആർ നോട്ട് നോൺ. ആൻഡ് ഓൾസോ സ്ട്രക്ചർ, റീയൂസബിലിറ്റി ആൻഡ് മെയിൻറ്റനബിലിറ്റി ഓഫ് ദി കോഡ് ആർ ഇംപ്രൂവ്ഡ്. ഓക്കെ, കുറച്ച് എല്ലാം കൊണ്ടും ഇറ്റ്സ് നത്തിങ് ബട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി കോഡ്. ഓക്കെ, വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ഫോർ കോഡ് ഒപ്റ്റിമൈസേഷൻ? കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് സോഴ്സ് കോഡ്, അല്ലെങ്കിൽ എന്താണോ ആ ഒരു കോഡ്, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ മെയിൻ തിങ് യു ഹാവ് ടു ഫോക്കസ് ഓൺ. ഷുഡ് പ്രിസർവ് ദ മീനിങ് ഓഫ് ദി പ്രോഗ്രാം. നമുക്കറിയാം ഒരു പ്രോഗ്രാം കോഡ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരുപാട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരുപാട് ലൂപ്പുകൾ, ഇഫ് എൽസ്, ദെൻ ഓൾസോ എന്താണ് ഒരുപാട് ആയിട്ടുള്ള ലൂപ്പ് കാര്യങ്ങൾ, ഒരുപാട് വേരിയബിൾസ്, ഡിക്ലറേഷൻസ്, ഇങ്ങനെയെല്ലാം ഒരു ടാസ്ക് തന്നെയായിരിക്കും നമ്മളുടെ ഒരു കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ അവിടെ ആ ഒരു മീനിങ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എന്താണോ അത് അതുപോലെ ആയിരിക്കണം, അതിൻ്റെ മീനിങ് പ്രിസർവ് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി കൂടണം, ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓഫ് ദി പ്രോഗ്രാം, മസ്റ്റ് ബി വർത്ത് വിത്ത് ദി എഫേർട്ട്. നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം അത് അത്രയും നമ്മളുടെ ആ ഒരു ഒപ്റ്റിമൈസ്ഡ് കോഡിൽ അത്രയും എഫേർട്ടായിട്ട് വർത്തി ആയിട്ട് നമുക്ക് കാണണം. വർത്ത് വിത്ത് എഫേർട്ട് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഒപ്റ്റിമൈസേഷൻ ക്യാൻ ബി അപ്ലൈഡ് അറ്റ് 3 places. നമുക്ക് ഏതൊക്കെ രീതിയിൽ, അതായത് ബേസിക് ആയിട്ട് ഒപ്റ്റിമൈസേഷൻ നമുക്ക് 3 സ്ഥലങ്ങളിൽ ചെയ്യാം. ഒന്ന് സോഴ്സ് കോഡിലാണ്, അതായത് യൂസറിന്, അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസറിന് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിനൊന്ന് പ്രൊഫൈൽ ചെയ്യാം, അൽഗോരിതം വേണമെങ്കിൽ മാറ്റാം, ലൂപ്സിനെല്ലാം ട്രാൻസ്ഫോം ചെയ്യാം. അപ്പം ഇതെല്ലാം യൂസറിന് ചെയ്യാൻ പറ്റുന്ന, സോഴ്സ് കോഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമൈസേഷനാണ്. പിന്നെ ഇൻ്റർമീഡിയറ്റ് കോഡിലും ടാർഗറ്റ് കോഡിലും ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിമൈസേഷൻസ്. സെക്കൻഡ് വൺ, ഇൻ്റർമീഡിയറ്റ് കോഡിൽ എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ലൂപ്സിനെ ഇംപ്രൂവ് ചെയ്യാം, പ്രൊസീജിയർ കോൾസിന്, ഓൾസോ അഡ്രസ് കാൽക്കുലേഷൻസ്, ഈ വക കാര്യങ്ങളെല്ലാം ഇൻ്റർമീഡിയറ്റ് കോഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൊസീജിയർ കോൾസ്, നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എല്ലാം പറഞ്ഞപ്പോൾ പ്രൊസീജിയർ കോൾസിനെ കുറിച്ച് പറഞ്ഞാണ്. ഓൾസോ അഡ്രസ് കാൽക്കുലേഷൻ. അപ്പം ഇൻ്റർമീഡിയറ്റ് കോഡിൽ ചെയ്യപ്പെടുന്ന ഒപ്റ്റിമൈസേഷനും ഉണ്ട്, അത് കമ്പൈലറാണ് ചെയ്യുന്നത്. ഓൾസോ ടാർഗറ്റ് കോഡിൽ എന്താണ്, നമ്മൾ ടാർഗറ്റ് കോഡ് എല്ലാം
അവിടെ എത്തി, എന്നിട്ട് അതിന് ഒരു മെമ്മറി അലോക്കേഷൻ ചെയ്തു, രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു, ഓൾസോ ഇൻസ്ട്രക്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഇനി കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു കോഡ് ജനറേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകുന്നത്. സോ കമ്പൈലർ ക്യാൻ യൂസ് രജിസ്റ്റേഴ്സിന്. എന്താണ് രജിസ്റ്റർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിന് ഓൾസോ പീപ്പ് ഹോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ലേറ്റർ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആൻഡ് ഓൾസോ ഇതാണ് നമ്മളുടെ ജസ്റ്റ് ബേസിക് ആയിട്ട് ഒപ്റ്റിമൈസേഷൻ ക്യാൻ ബി അപ്ലൈഡ് അറ്റ് 3 places. ഫസ്റ്റ് വൺ സോഴ്സ് കോഡിൽ നമുക്ക് ചെയ്യാം, ഓൾസോ ഇൻ്റർമീഡിയറ്റ് കോഡിൽ ചെയ്യാം, ദെൻ ടാർഗറ്റ് കോഡിൽ ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് 2 types ഓഫ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഒന്ന് മെഷീൻ ഡിപ്പെൻഡൻറ്റും ഒന്ന് മെഷീൻ ഇൻഡിപെൻഡൻറ്റും. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ ഓഫ് അതെന്താണെന്നുള്ളത് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഓർഗനൈസേഷൻ ഓഫ് കോഡ് ഒപ്റ്റിമൈസർ. എവിടെയാണ് കോഡ് ഒപ്റ്റിമൈസർ ഉണ്ടായിരിക്കുക? നമുക്കറിയാം കോഡ് ജനറേറ്ററിൻ്റെ മുന്നേ ആയിട്ടാണ് കോഡ് ഒപ്റ്റിമൈസർ ഉണ്ടായിരിക്കുക. സോ നമ്മൾ സോഴ്സ് കോഡിലുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഡാറ്റ ഫ്ലോ അനാലിസിസ്, ഇതെല്ലാം എന്താണ് ഡാറ്റ ഫ്ലോ അനാലിസിസ് നമുക്ക് ചെയ്യണം. കാരണം പ്രിസർവ് ചെയ്തിരിക്കണം ദ മീനിങ് ഓഫ് ദി പ്രോഗ്രാം ആസ് ഇറ്റ് ഈസ്. നമ്മൾ എന്ത് പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ഡാറ്റ ഫ്ലോ അനാലിസിസ് ചെയ്യണം. അതിൻ്റെ മുന്നേ കൺട്രോൾ ഫ്ലോ, ഏതൊക്കെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തത് അതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുന്നത്. അപ്പം ഈ ഏരിയ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഒപ്റ്റിമൈസ്ഡ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു കോഡ് ഒപ്റ്റിമൈസറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം കോഡ് ജനറേറ്ററിൻ്റെ മുന്നേ ആയിട്ട് ഇൻ്റർമീഡിയറ്റ് കോഡിന് ശേഷമാണ് കോഡ് ഒപ്റ്റിമൈസർ വരിക. കാരണം ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ഒരു 3AC റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൻ്റെയും കോഡ് ജനറേറ്ററിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു കോഡ് ഒപ്റ്റിമൈസറിനെ പ്ലേസ് ചെയ്യാം. സോ കോഡ് ഒപ്റ്റിമൈസർ ചെയ്യുന്ന കാര്യങ്ങൾ കൺട്രോൾ ഫ്ലോ അനാലിസിസ്, ഓൾസോ ഡാറ്റ ഫ്ലോ അനാലിസിസ്, അതിനുശേഷം മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ താങ്ക് യു.